നമ്മൾ ഈ ആരോവിൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാനുണ്ട്. ഈ റോഡിനാട്ടോ കയറേണ്ടത്. ഏകദേശം നമ്മൾ കേരളത്തിൻ്റെ ഒക്കെ ഒരു രൂപം തന്നെ ഉണ്ട്. അവിടെ വലിയ മാറ്റങ്ങളൊന്നും പറയല്ല. അതിലിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള കലാവിരുത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ. പുറത്ത് ഒരു സിംഹത്തിൻ്റെ മുഖം. ഫ്രണ്ട്സ്, നമ്മളെന്നുള്ളത് ഓറോവില്ലാണ് കേട്ടോ. ഓറോവിൽ പോണ്ടിച്ചേരി ഭാഗത്താണുള്ളത്. ചെന്നൈയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ്, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. നമുക്ക് നേരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. ഇവിടുത്തെ പാർക്കിംഗ് ഫീ എന്ന് വരുന്നത് കാറിന് 150 രൂപയും ബൈക്കിനാണെങ്കിൽ 50 രൂപയാണ് കേട്ടോ. അവിടെ എങ്ങനെയായിട്ടാണ് കൗണ്ടർ വരുന്നത്. കാർ പാർക്കിങ്ങിൻ്റെ ഇവിടെ എങ്ങനെയായിട്ട് കഴിക്കാനും മറ്റുള്ളതൊക്കെ ആയിട്ട് കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വ്യക്തമായിട്ടുള്ള രീതിയിൽ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. നിലത്ത് പല കളറുകളും ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിൽ നിന്ന് ഈ ഒരു ഏരിയക്കായിട്ട് നടക്കേണ്ടത്. ഇങ്ങനെ നടന്നു പോകണം എന്നാണ് പറയുന്നത്. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ മേലേക്ക് നടക്കാനുണ്ട് കേട്ടോ. ഓറോവിലിൻ്റെ ഫൗണ്ടറായിട്ടുള്ള 2 വ്യക്തികളാണ് ഈ കാണുന്നത്. ഏരിയ എന്ന് പറയുന്നത് തരിശ് ഭൂമിയായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, അതായത് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആളുകൾ ഇതുപോലെ ഇവിടെ താമസിച്ച് നട്ടുപിടിപ്പിച്ചതാണ് മരങ്ങൾ എന്നുള്ളതൊക്കെയാണ് കേട്ടോ ചരിത്രങ്ങൾ. നടപ്പാതയോട് ചേർന്നിട്ട് കാണുന്നത് നൊങ്ക് മരങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടികൾ കൊണ്ടുപോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കല്ലുകളൊക്കെ ഈ ഒരു പാതയോരത്തിട്ടിട്ടുണ്ട്. ഓറോവിലിന് ഏകദേശം 50 വർഷം പഴക്കമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫൗണ്ടർമാരായിട്ടുള്ള ആളുകളാണ് ഈ കാണുന്ന ഫോട്ടോയിലുള്ളത്. അതിൻ്റെ ചരിത്രക്കുറിപ്പുകളാണ് ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഓറോവിലിൻ്റെ ഉദ്ഘാടന ദിവസമാണ് കേട്ടോ ഈ കാണുന്നത്. ആ ഒരു സ്തൂപത്തിലേക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള മണ്ണുകൾ നിക്ഷേപിച്ചു എന്നൊക്കെ ചരിത്രങ്ങളുണ്ട് കേട്ടോ. ഈ ഏരിയക്ക് കടക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കവാടം, ചെറിയ കവാടം കാണുന്നുണ്ട്. ഇവിടേക്ക് എത്തിയപ്പോൾ ഒരു 4 കൂടെ ജംഗ്ഷനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയോ ചരിത്ര കാര്യങ്ങൾ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. റൗണ്ടായിട്ടുള്ളൊരു കല്ല് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കല്ലിലാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു കൊത്തുപണി കാണുന്നുണ്ട്. ഇവിടെ കൊത്തുപണി കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ കല്ല് ഇതാണ് കേട്ടോ. പിന്നീട് ഇവിടെ ഇതുപോലെ ഉണ്ട്. പുകയിൽ പാടില്ല കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും തുല്യ വേതനമാണെന്നുള്ളതാണ് കേട്ടോ. അതായത് പ്ലംബർ ആയിക്കോട്ടെ, എൻജിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, പിന്നെ ഇവിടെ കൃഷിയിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന കർഷകനായിക്കോട്ടെ, എല്ലാവർക്കും തുല്യ വേതനമാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇൻഫർമേഷൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അങ്ങോട്ട് നമുക്ക് കയറി നോക്കാം. ഈ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അകത്ത് ഓറോവിലിനെ കുറിച്ചുള്ള പലവിധ വിവരണങ്ങളും കാര്യങ്ങളുമാണ് ഉള്ളത്. മൊത്തത്തിൽ എല്ലാ ഏരിയയിലെ ചുമരുമലും ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ടും എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഏരിയയിൽ ഗൈഡ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഏരിയയിൽ നിന്ന് ഒരു പാസ് തരുന്നുണ്ട് കേട്ടോ നമുക്ക്. ഈ ഒരു ഏരിയയിൽ വേണമെങ്കിൽ നമുക്ക് സൈക്കിള് റെൻറ്റിന് എടുക്കാം. അതുപോലത്തെ വണ്ടി ഉണ്ടാവും കേട്ടോ. ഇവിടുന്ന് വണ്ടി വേണമെങ്കിൽ വണ്ടി യൂസ് ചെയ്യാം നമുക്ക്. കിലോമീറ്ററിന് കാണിക്കുന്നുണ്ട്. 30 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. ഈ കാടുകളൊക്കെ തരിശു ഭൂമിയായി കിടന്നിടത്തുനിന്ന് പൊന്തി വന്നതാണ് കേട്ടോ. നമ്മൾ ചരിത്ര ഭൂമിയായിട്ടുള്ള ഓറോവിലാണ് കേട്ടുള്ളത്. പോണ്ടിച്ചേരി ഭാഗത്താണ് ഓറോവിൽ വരുന്നത്. പോണ്ടിച്ചേരിക്ക് 10 കിലോമീറ്റർ ഡിഫറൻറ്റ് ഉള്ളൂ കേട്ടോ ഓറോവിൽ. തരിശ് ഭൂമിയായിട്ട് കിടന്നിരുന്ന സ്ഥലം ഇതുപോലെ കാടാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആളുകളുണ്ട്. ഒക്കെ നമുക്ക് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് വിശദമായിട്ട് പരിചയപ്പെടാം കേട്ടോ. നമ്മൾ കാട്ടുകൂടിയുള്ള യാത്രയിൽ പിന്നീട് കാണുന്നത് ഇതുപോലത്തെ ഒരു കവാടമാണ് കേട്ടോ. ഒക്കെ നാച്ചുറലായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏരിയയിൽ ഇതുപോലത്തെ ഒരു വീട് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സ്ട്രെച്ചിങ് നോക്കിയിട്ടാ പല കോണുകളായിട്ട് തിരിച്ച് മറിച്ചുകൊണ്ട് വെച്ചിട്ടാണ്. വെറൈറ്റി ഡിസൈനിങ് കേട്ടോ. ഇവിടേക്ക് വരുന്ന അതേപോലത്തെ സമചതുരം അപ്പുറത്തേക്ക് ഉണ്ടാവും. 4 ഭാഗം ഉണ്ടാവും കേട്ടോ. നമ്മൾ കാട്ടുകൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടായിട്ടാണ് കിട്ടുന്നത് നമുക്ക്. അതുപോലത്തെ ഒരുപാട് ബോർഡുകൾ ഇങ്ങനെ പോണ ലൈനിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിലായിട്ട് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇപ്പിടങ്ങൾ കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. തണലും ഉണ്ട്, എന്നാലോ ചിലയിടങ്ങളിൽ വെയിലും ഉണ്ട് കേട്ടോ. ഈ ഒരു കവാടമൊക്കെ നോക്കുകയാണെങ്കിൽ പ്രകൃതി രമണീയമാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വന്നു ചേരുന്നത് ഇതുപോലത്തെ ഒരു
റോട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ടാറിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. കുറേ മരങ്ങളൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ മാറ്റി നടാനുള്ള പരിപാടി തോന്നുന്നുണ്ട്. ഒക്കെ മാന്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ വരുന്നത്. പോകേണ്ടത് ഈ ഒരു ഏരിയ കൂടെ തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ മരം മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതേപോലെ അവിടെ മരം റൗണ്ടാക്കിയിട്ട് മാന്തിയിട്ടിട്ടുണ്ട്. ഒക്കെ പറിച്ച് നടാനുള്ള പരിപാടിയാണ് കേട്ടോ. നടപ്പാതെ ഭയങ്കരമായിട്ട് രസമുണ്ട് കേട്ടോ. നല്ല തണൽ ഇതിൻ്റെ ചൂട്ട്. ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോൾ വേറൊരു റോഡ് കാണാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കിളികൾക്കൊക്കെ വെള്ളം വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മനുഷ്യൻ ഭയങ്കര സൗഹാർദ്ദപരമായിട്ടാണ് പെരുമാറുന്നത്. ഈ റോഡിനോട് ചാരിയിട്ടുള്ള സൈഡിൽ തന്നെ കേട്ടോ. നടക്കാനായിട്ട് ഇങ്ങനെ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയിലുള്ള വൃക്ഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാറയിൽ ചെയ്ത് വെച്ചേക്കണേ. ഭയങ്കര രസമുണ്ട് കേട്ടോ. കൊത്തിയെടുത്തേക്കാണ്. അന്ന് വരുമ്പോൾ കണ്ട വ്യത്യസ്തമായിട്ടുള്ളൊരു പാറയുണ്ടത്. ഇത് പാറ വ്യത്യസ്തം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ചത്തലുണ്ടല്ലോ, ഈ ചത്തൽ മൂന്നായിട്ടാണ് കേട്ടോ. അവിടെ ഒരു മോഡൽ, ഇവിടെ ഒരു മോഡൽ, ഇവിടെ ഒരു മോഡൽ കേട്ടോ. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് കാണാം. ഇവിടെ ഒരു മോഡൽ, അതിൻ്റെ സെൻറ്ററിൽ വേറെ, അവിടെ വേറെ. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കേട്ടോ, ഇങ്ങനൊരു പാറ അതിങ്ങനെ ഒരു ഡിസൈനാക്കി നിർത്തിയേക്കുക. ചെയ്യുന്ന വർക്കിൽ വ്യത്യസ്തമായിട്ടുള്ള കല രീതികൾ സൃഷ്ടിച്ചിരിക്കുക. മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു കവാടം കാണുന്നുണ്ട് കേട്ടോ. അതും നമുക്ക് മാക്സിമം തണൽ കിട്ടുന്ന രൂപത്തിലാണ്. ഇവിടെ മരങ്ങളില്ലാത്തതുകൊണ്ടാവാം ഇങ്ങനെ ഒരു കവാടം നിർമ്മിച്ച് വെച്ചേക്കുന്നത്. ഒരു ഏരിയക്ക് വരുമ്പോൾ ഇതുപോലത്തെ ചെറിയ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ എന്തോ നിർമ്മിതി കാണുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലോകമാണെന്നുള്ളതാണ്. അവിടെ സോളാർ കിച്ചണ്, ടൗൺ ഹാൾ എന്നൊക്കെ എഴുതിയിട്ട് ഒരുപാട് ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. എത്തിയിട്ടുള്ളത് ഇവിടേക്കാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ കയറാനുള്ളത്. ഈ ഒരു പാസ് ഇവിടെ കൊടുക്കണം കേട്ടോ. വണ്ടികളുണ്ട് കേട്ടോ. പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇതിലേ സോളാറുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പാടം കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയക്ക് എത്തുമ്പോൾ ഇതുപോലത്തെ ഒരു ആൽമരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൽമരത്തിനെ എല്ലാ വേരുകളും നിലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെട്ടി കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ നിലം കുത്തി നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. ആറോവിൽ എന്നറിയപ്പെടുന്ന ഈ ഒരു സംഭവം ഇങ്ങോട്ടാണ് കേട്ടുള്ളത്. വീട്ടിലൊക്കെ ഇപ്പോഴും ഇതിനെ പരിപാലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഏരിയ കൂടെ തന്നെ കേട്ടോ പോകേണ്ടത്. ഈ ആറോവിൽ എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അത് വലിയൊരു ആരാധനാലയമാണ്. ഒരു ഏരിയക്കൊക്കെ പുതിയ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ മണ്ണ് അത്യാവശ്യം കൂട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇതിക്ക് നാശം വരുത്താത്ത രീതിയിൽ, അതായത് തരിശ് ഭൂമി ഇങ്ങനെ ആക്കിയെടുത്ത് ഇനി ഇതിനെ കേടുവരുത്താത്ത രൂപത്തിൽ തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഒരു ഏരിയക്ക് എത്തിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയാണ് കേട്ടോ. ഡൊണേഷൻ ചെയ്യാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഏരിയക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റാണ് കേട്ടോ. ആ കാണുന്നതാണ് ആരാധനാലയം. അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ ഇരിക്കാനുള്ള ഒരുപാട് സ്പേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഏരിയയിലൊക്കെ എന്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെ ഗാലറികൾ കാര്യങ്ങളൊക്കെ വരുന്നത് പോലത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഏരിയയിൽ കുളം വരുന്നുണ്ട്. ആ കാണുന്നതാണ് കേട്ടോ ആറോവിൽ എന്ന് പറയുന്നത്. അവിടേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ 3 ദിവസം മുൻകൂട്ടി പാസ് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് വെറും 350 ആളുകൾക്ക് ഒരു ദിവസം പ്രവേശനം ഉള്ളൂ. ഇവിടെ ഉള്ള ആളുകളെ ജീവിക്കുന്ന വീടുകൾ കാര്യങ്ങളൊക്കെ ആ ഏരിയയിലുണ്ട് കേട്ടോ. വ്യൂ പോയിൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു വിശ്രമ കേന്ദ്രം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഏരിയക്കൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വരും കാലങ്ങളിൽ ഇവിടൊക്കെ ഭംഗി ആർജിച്ച കാഴ്ചകൾ ഒരുപാടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യൻ കേട്ടോ. അയാൾ ആ ഒരു തൊപ്പിമ കണ്ടാണ്. അങ്ങനെ ആറോവിൽ ഗോപിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത സങ്കടത്തിൽ നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. നമ്മൾ തിരിച്ച് ഈ പാർക്കിലേക്ക് തന്നെ വന്നു കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പാർക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പക്ഷെ എല്ലാം ഇങ്ങനെ നല്ല വൃത്തിയിലും മാന്യയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെ കൈ കെട്ട് കാര്യങ്ങൾ, പിന്നെ അവിടെ ഇങ്ങനെ ബാത്റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡോറുകളെ ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടാ. ഇവിടെ വലിയ ഡോറല്ലേ,
ഈ മൂലക്ക് കണ്ടാണ് 2 ചെറിയ ഡോർട്ടാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിലും ചെറിയ ഡോറ്, ഇവിടെ ഇങ്ങനെ വലിയ ഡോറുണ്ട്, ഇവിടെയും അപ്പുറത്തും ചെറിയ ഡോറ് കൊടുത്തേക്കുന്നത്. മേൽക്കൂര അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഫുള്ള് കയറിലാണ് കെട്ടിയിട്ടുള്ളത്, ചൂടി കയറിൽ. പിന്നെ ഓലകളാണ് കേട്ടോ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പുതിയൊരു വ്ളോഗറെ പരിചയപ്പെടുത്തി തരട്ടാ. പുതിയ വ്ളോഗർ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ. തിരിച്ചു വരുമ്പോൾ നമുക്ക് 2 റൂട്ട് കാണിക്കുന്നുണ്ട്. നടന്ന് പോകണമെങ്കിൽ ഇതിൽ കൂടെ പോവാം, ബസ്സിനാണെങ്കിൽ അങ്ങനെയും പോകാം കേട്ടോ. ബസ് ഫ്രീ ആണ്. ഏരിയ ഒന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗങ്ങളൊക്കെ. പക്ഷേ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ബുക്കിങ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഒരു ദിവസം 350 പേർക്കാണ് കയറാൻ കഴിയുള്ളൂ കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ചാലുണ്ട് കേട്ടോ, ചെറിയ വണ്ടി ഉണ്ട്, പിന്നെ ബസ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും പോവാം, പിന്നെ നമ്മൾ ആ കയറിയോടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ടും വരാം. വരുമ്പോൾ എപ്പോഴും നടന്നു വരാം, എന്നാൽ നമുക്ക് ആ കാടിൻ്റെ പ്രകൃതി കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സ്ഥലം ഇതിൽ കൂടെ ഉണ്ടാ. ഇങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ സർവീസിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. ബസ്സും ഇങ്ങനെ സർവീസ് നടത്തുന്നതാണ്. കയറിപ്പോയത് ഈ ഒരു ഏരിയ കൂടെ ഉണ്ടാ. തിരിച്ചിവിടെ എത്തിയപ്പോൾ അങ്ങനത്തെ ഒരുപാട് കഫേകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഈ ഏരിയയിൽ ഡ്രസ്സിൻ്റെ ഷോപ്പ്, അവിടെ ഡ്രസ്സിൻ്റെ ഷോപ്പ്, അവിടെ ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ ഷോപ്പ്, ഇവിടെ ഒരു കഫേ ഉണ്ട്. അതുപോലെ സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന്. തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ പോയത് ആ ആൾക്കാർ കയറുന്ന ആ സ്ഥലത്ത് കൂടി ഇട്ടാ, അവിടെ കൂടി വന്നിട്ട് അങ്ങോട്ട് കയറി ചെയ്തത്. ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഡ്രസ്സുകൾ കാര്യങ്ങളുള്ള ഷോപ്പാണ്. ഇതൊക്കെ ഒരു കഫേ റെസ്റ്റോറൻറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ.